കമ്പനിയുടെ ഇയർ എൻഡ് പാർട്ടിക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം കണ്ടാലോ? വായോ വീഡിയോയിലേക്ക് പോകാം. 315 ഞങ്ങളുടെ റൂം നമ്പർ. കയറുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഇൻഡോർ ഇടേണ്ട ചെരുപ്പുകളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ഒരു ഡോറുണ്ട്. ആ ഡോറ് തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വാഷ് ഏരിയയാണ്. വാഷ് ഏരിയയും ടോയ്ലറ്റും ബാത്റൂമും ഈ സ്പേസിൽ തന്നെയാണുള്ളത്. വാഷ് ഏരിയയിൽ വാഷ് ബേസിൻ്റെ സൈഡിൽ നമുക്ക് ഫേസ് വാഷ്, റേസേഴ്സ്, ബ്രഷ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജാപ്പനീസ് സ്റ്റൈൽ ടോയ്ലറ്റും ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതാണ് ബാത്റൂമിൽ ബാത്ത് ടബ് ഉണ്ടായിരുന്നു. എന്തായാലും നല്ല നീറ്റായിട്ടുള്ളൊരു ബാത്റൂമൊക്കെ ആയിരുന്നു. എല്ലാം നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ നല്ലതായിരുന്നു. പിന്നെ ഹെയർ ഡ്രയറും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ടീ ബാഗ്സും ഗ്ലാസും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും ഇല്ലായിരുന്നു, കാലിയായ ഒരു ഫ്രിഡ്ജായിരുന്നു. പിന്നെ ഇവിടെ സ്ലൈഡിങ് ഡോർസ് കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് കയറുമ്പോഴാണ് ബെഡ്റൂം ആവുന്നത്. എനിക്ക് റോൾസിനും കൂടിയാണ് ഒരു റൂം തന്നത്. അപ്പോൾ 2 സിംഗിൾ ബെഡാണ് അവിടെ ഇട്ടിരുന്നത്. അപ്പോൾ തത്താമി ഫ്ലോറിംഗ് ആയിട്ടുള്ളൊരു ജാപ്പനീസ് സ്റ്റൈലിലുള്ളൊരു റൂമായിരുന്നു. കാണാനൊക്കെ കൊള്ളായിരുന്നു. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ TV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ 2-3 സ്റ്റോറേജ് ഉണ്ട്. ഈ ഫസ്റ്റ് സ്റ്റോറേജ് തുറക്കുമ്പോൾ നമുക്ക് ഫുഡ് ഓൺ ബെഡ്സും പില്ലോസും മാറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ആർക്കെങ്കിലും കിടക്കണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഡോറ് ഇത് വേറെ സ്റ്റോറേജ് ആണ്. ഇത് തുറക്കുമ്പോൾ ഹാങ്ങേഴ്സും പിന്നെ നമുക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തന്നെ അപ്പുറത്തെ സൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ലോക്കർ ഫെസിലിറ്റിയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അത് നമുക്ക് എന്തെങ്കിലും പേഴ്സോ അങ്ങനത്തെ എന്തെങ്കിലും വിലപ്പെട്ട സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാം, ലോക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ ഒരു ബുക്ക്ലെറ്റ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ ഈ ഹോട്ടലിലെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. കുറേ റെസ്റ്റോറൻറ്റ്സും കരോക്കെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ടൈമും പ്രൈസും ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈഫൈയുടെ പാസ്വേഡും അങ്ങനത്തെയൊക്കെ. ഇതൊരു നോൺ സ്മോക്കിംഗ് റൂമാണെന്നും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ TV റിമോട്ടും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കെറ്റിലുണ്ടായിരുന്നു, ഫോൺ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബുക്കും പെന്നും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല നീറ്റായിട്ടെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഹോട്ടൽ റൂം തന്നെയായിരുന്നു. മിക്കവാ ബേ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. നിഷിയോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 സിംഗിൾ ബെഡൊക്കെ ആയിരുന്നേ. പിന്നെ ഇവിടെയും വീണ്ടും ജാപ്പനീസ് സ്റ്റൈലിലൊരു ഡോർ ഉണ്ടായിരുന്നു. ഇത് തുറക്കുമ്പോഴാണ് എനിക്ക് ഈ റൂമിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസിലെത്തുന്നത്. ഇതൊരു ബാൽക്കണിയാണ്. ഒരു കുഞ്ഞു ടേബിളും 2 ചെയറൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കാം. പിന്നെ ഇവിടെ ഒരു വലിയ മിററും തന്നിട്ടുണ്ടായിരുന്നു. ഈ മിററിൽ നമുക്ക് നമ്മളെ കാണാൻ പറ്റും. ഇതാണ് ഇവർ തന്ന ഡ്രസ്സ്. ഒരു യുഗാത്ത പോലത്തെ ഒരു ഡ്രസ്സാണ്. ഇതിട്ടിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് അടിപൊളി വ്യൂ ഉണ്ട്. ഇതിപ്പോൾ നൈറ്റ് വ്യൂ ആണ്. നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമില്ലേ? എനിക്ക് ഈ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ലൈറ്റൊക്കെ ആയിട്ട് രാത്രിയിൽ നിൽക്കുന്നത്. രാത്രിയിൽ മാത്രമല്ല, പകലത്തെ വ്യൂ അടിപൊളിയാണ്. പകലത്തെ വ്യൂവും കാണിച്ചു തരാവേ. ഇപ്പോൾ സൂര്യനൊക്കെ ഉദിച്ച് വന്നതേ ഉള്ളൂ. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തെ വ്യൂ ആണ്. അപ്പോഴാണ് ഞങ്ങൾ എണീറ്റത്. അപ്പോൾ ഇങ്ങനെ സൺറൈസൊക്കെ കണ്ടുപിടിയിരിക്കാം. ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. ഈ വ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഈ ഹോട്ടലിൽ വന്ന് നിൽക്കാനുള്ള മോഹമൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ റോൾസിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി വരുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഹോട്ടലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഹോട്ടലിൻ്റെ പേര് മിക്കവാ ബേ. ഞാൻ ലൊക്കേഷനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.